വളരെ ദൗർഭാഗ്യകരമായ ഒരു കോടതി വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ പ്രതികളെല്ലാം പുറത്തിറങ്ങുന്നു, അവർ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ആ കുടുംബങ്ങൾക്ക് തന്നെ ഇപ്പൊ ഭീഷണിയുണ്ട്. കൃപേഷിനെ, ശരത്ലാലിനെ കുടുംബങ്ങൾക്ക് തന്നെ ഭീഷണിയുണ്ട്. അപ്പോൾ ഇത്തരമൊരു വിധി ആകെ വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഏതായാലും അതിന് മറ്റ് നിയമമാർഗങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. എന്താ ചെയ്യുന്നതെന്നുള്ളത് ആലോചിക്കും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഒരുപാട് പാലക്കാടൊക്കെ ഉള്ളപ്പോഴും അട്ടപ്പാടിയിൽ താമസിക്കുന്ന പറയുകയും ചെയ്തു. അപ്പം ഈ ഒരു മേഖലയിൽ ഒരു വലിയ സാന്നിധ്യമായിട്ട് അപ്പൊ ഇവരുടെ ഈ ഭൂസമരങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുന്ന ഒരാളാണ്. ഇന്നല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഇടപെടുന്ന ഒരാളാണ്. കാരണം ഇവിടെ 13 വർഷമായ ഒരു സമരം നടക്കുകയാണ്. ആരും ചോദിക്കുവാനും പറയാനുമില്ല. അതുകൊണ്ടാണ് ശ്രീരാമൻ കൊയ്യാത്ത് എന്നോട് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നത്. വാസ്തവത്തിൽ ഇവരുടെ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. ഇവിടുത്തെ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത് മൗനം പാലിക്കുന്നു? ഈ പാവപ്പെട്ടവരോട് കടുത്ത അനീതിയാണുള്ളത്. അതുകൊണ്ട് അരിപ്പ സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഇവിടെ ഭൂമി ഉണ്ടല്ലോ, ഇവിടെ പാട്ടക്കാലാവധി കഴിഞ്ഞ് ഏറ്റെടുത്ത ഭൂമി ഉണ്ടല്ലോ. ആ ഭൂമി അവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഇനി ആർക്ക് കൊടുക്കാനാണ്? വേറെ കയ്യേറ്റക്കാർക്ക് കൊടുക്കാനാണോ? അപ്പൊ അതുകൊണ്ട് ഈ പാവങ്ങളോട് ഗവൺമെന്റ് കാണിക്കുന്ന അനീതി അവസാനിപ്പിക്കണം. എത്രയും പെട്ടെന്ന് പാട്ടക്കാലാവധി കഴിഞ്ഞ ഈ ഭൂമിയിൽ അവർക്ക് ഭൂമി നൽകാൻ തയ്യാറാകണം. ഇതുപോലെ ഒത്തിരി സമരങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് ഭൂമിക്ക് വേണ്ടി. അവിടെ പാട്ടക്കാലാവധി കഴിഞ്ഞ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതെല്ലാം വലിയ കോർപ്പറേറ്റുകളുടെ കൈ കിടക്കുന്നതാണ്. അതെല്ലാം തിരിച്ചു പിടിച്ച് പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് ഈ നാടിന്റെ, കേരളത്തിന്റെ ആവശ്യമാണ്. അത് ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്യുക. അത് ചെയ്യാതെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കടുത്ത വീഴ്ച ഉണ്ടായതായിട്ട് അവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ പട്ടികജാതിക്കാരുടെ വിഷയം വരുമ്പോൾ ഉദ്യോഗസ്ഥർ 100 ന്യായങ്ങൾ പറയുന്നു. അതെ, അത് എല്ലാ ഭരണകൂടത്തിന്റെ കാര്യത്തിലും ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം കൂടി താങ്കൾ. അത് എല്ലാ ഭരണകൂടങ്ങളുടെയും കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാര് പട്ടികജാതി പട്ടികവർഗക്കാരുടെ കാര്യമാണെങ്കിൽ അവർ നേരെ നെഗറ്റീവായ ചിന്തയാണ് പലപ്പോഴും ഉള്ളത്. കാരണം അവർ ചോദിക്കാനും പറയാനും ആളില്ലാത്തവരായതുകൊണ്ട് ഈ പാവങ്ങളുടെ കാര്യത്തിൽ 100 കൊറി എഴുതി വിടും, ഒന്നും പരിഹരിക്കപ്പെടത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ മാറുകയാണ്. അതിന്റെ ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ നടക്കുന്ന ഈ അരിപ്പയിലെ സമരം. അതുകൊണ്ട് അടിയന്തരമായി റവന്യൂ മന്ത്രി ഞാൻ സംസാരിക്കും. അടിയന്തരമായി ഇവർക്ക് കൊടുക്കേണ്ട ഭൂമി എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടും. അരിപ്പ സമരം ഏറ്റെടുക്കുകയാണ്. സമരം ചെയ്യുന്ന അവർ തന്നെ. പക്ഷെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ ശക്തമായ സമ്മർദ്ദം ഗവൺമെന്റിൽ ചെലുത്തും. ഒരു കാര്യം കൂടെ, രമേശ് ചെന്നിത്തല എന്ന നേതാവിൽ ആളുകൾക്ക് ഒരു വലിയ പ്രതീക്ഷ ആ പ്രസംഗത്തിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആളുകളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും സാധാരണക്കാരുടെ വിഷയങ്ങൾ ഇടപെടാനും ഞാൻ പണ്ട് ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നു. അത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവരത് പറയുന്നത്. അവരോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും.